ഡിറ്റോ വടക്കൻ അക്കിക്കാവ് വിശുദ്ധ ബൈബിളിൽ നിന്ന് ചില വ്യക്തികളെക്കുറിച്ച്, ചില സംഭവങ്ങളെക്കുറിച്ച് അല്പസ്വല്പം സംസാരിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു. നിങ്ങളുടെ വിലയേറിയ അല്പസമയത്തേക്ക് ചോദിച്ചു കൊള്ളുന്നു. സുവിശേഷ നിമിത്തം തടവിലായിരുന്ന യാക്കോബിനെ വാൾ കൊണ്ടുകൊന്നു. പത്രോസിനെ മണിക്കൂറുകൾക്കകം കൊല്ലുവാൻ കാരാഗൃഹത്തിലടച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ കാരാഗൃഹത്തിലേക്ക് കടന്നു വരികയും അപ്പോൾ പത്രോസിൻ്റെ കയ്യിലെ ചങ്ങലകൾ അഴിയുകയും കാരാഗൃഹത്തിൻ്റെ വാതിൽ താനെ തുറക്കുകയും ചെയ്തു. ദൂതൻ ഉറങ്ങിക്കൊടുക്കേണ്ട പത്രോസിനെ വിളിച്ചുണർത്തി. പത്രോസിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൂതൻ രാത്രി പത്രോസിനെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അടുത്തെത്തിച്ചു. അങ്ങനെ ഹെരോദ് രാജാവിൻ്റെ പിടിയിൽ നിന്ന് പത്രോസ് രക്ഷപ്പെട്ടു. രാജാവിൻ്റെ പദ്ധതി പൊളിഞ്ഞു. സ്തോത്രം. പൗലോസും ശീലാസും ചില പ്രശ്നങ്ങളുടെ ദർശനത്തിൻ്റെ പേരിൽ മക്കോദോനിയിലേക്ക് പുറപ്പെട്ടു. സ്തോത്രം. എന്നാൽ അവിടെ ചില വിഷയത്തിൻ്റെ മുകളിൽ അവർ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയും പൗലോസ് ശീലാസ് രാത്രി മർദ്ദിച്ച് വലിച്ചയച്ച് കാരാഗൃഹത്തിൽ അടച്ചിക്കപ്പെട്ടിരിക്കുന്ന പൗലോസും ശീലാസും ഫിലിപ്പിയ കാരാഗൃഹത്തിൽ. എന്നാൽ രാത്രി പൗലോസും ശീലാസും ആരാധിച്ചു, ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ കാരാഗൃഹത്തിന് അടിസ്ഥാനം കുലുങ്ങുകയും കാരാഗൃഹ പ്രമാണം നോക്കുമ്പോൾ കാരാഗൃഹത്തിൽ വാതിലുകളെ തുറന്നു കൊടുക്കുകയും ചങ്ങലകളെ അയച്ചുകൊടുക്കുകയും കണ്ടപ്പോൾ കാരാഗൃഹ പ്രമാണി ആത്മഹത്യയെ തീരുമാനിച്ചു. അപ്പോൾ പൗലോസ് അപ്പോസ്തലനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. എല്ലാ തടവുകാരും ചങ്ങലകളായിരുന്നു, ഞങ്ങളെങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ കാരാഗൃഹ പ്രമാണി പൗലോസിനെ ശീലാസിനെയും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുകയും വചനം കേട്ട് കാരാഗൃഹ പ്രമാണി കുടുംബവും സ്ഥാനപ്പെട്ടു ദൈവമക്കളായി. സ്തോത്രം. 9 മത്സ്യങ്ങളെ ലഭിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ അപ്പോസ്തലൻ തിളച്ച എണ്ണയിലിട്ടു, ഒരു കേടും സംഭവിച്ചില്ല. അപ്പോൾ യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. തലയോട്ടവും അസ്ഥിക്കൂടവും കഴുകുമാരുള്ളിടത്ത് തനേകനായി. എന്നാൽ പത്രോസ് ആത്മവിശനായി. മാർത്തോൻ മികച്ച കെട്ടിയ യേശുവിനെ കാണുകയും ബൈബിൾ ലേഖനം എഴുതുവാനിടയായി. യോഹന്നാനിൽ അപ്പോസ്തലൻ്റെ കരങ്ങളിലെടുത്ത ദൈവം യോഹന്നാനിൽ മാത്രമേ സ്വാഭാവിക മരണം സംഭവിച്ചുള്ളൂ. മറ്റു 15 ശിഷ്യന്മാരും രക്തസാക്ഷികളായി. യേശു ക്രിസ്തുവിനെ പെസഹയുടെ അന്ന് രാത്രി അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ പടയാളികൾ നിലത്ത് വീഴുകയും യേശു വെച്ച്, നിങ്ങൾ ആരെ തിരയുന്നു? അവർ പറഞ്ഞു, യേശുവിനെ. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ തന്നെ. ശിഷ്യന്മാർ പോയിക്കൊള്ളട്ടെ. അങ്ങനെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. യേശുവിനെ പല കോടതികൾ മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും കണ്ടെത്തിയില്ല. അവസാന ന്യായാധിപനായ പീലാത്തോസ് ജനങ്ങളുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു യൂതയില്ലാതെ, ഒരു പീലാത്തോസ് ഇല്ലാതെ മഹത്വത്തിലിരിക്കുന്ന യേശു ഇല്ല. യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു 3 ദിവസം ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. പലർക്കും പ്രത്യക്ഷപ്പെട്ടു. താൻ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, നിങ്ങൾ എല്ലാം വിട്ടു പോകാതെ പ്രാർത്ഥിക്കണം. ഞാൻ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് പരിശുദ്ധാത്മാവെന്ന കാര്യത്തിന് അയച്ചു തരും. അപ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം. 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വരികയും മർക്കോസിൻ്റെ മാളിമുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന 120 പേര് സംഘത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരികയും അഗ്നിയാലയത്തിനാവ് പ്രത്യക്ഷപ്പെടുകയും വലിയൊരു മോഹമുണ്ടാവുകയും ചെയ്തു. അപ്പോൾ ശരിശിലെ ദേവാലയത്തിൽ മടങ്ങി വരുന്നു. 120 പേർ ആത്മാവിൽ ആരാധിക്കുന്നത് കണ്ട്, അന്യഭാഷകളിൽ ആരാധിക്കുന്നുണ്ട്. ചിലർ പറഞ്ഞു, ഇവർ പുതുമീഞ്ഞു കുടിച്ചിരിക്കുന്നു. അപ്പോൾ പത്രോസ് 15 പേരോടുകൂടെ എഴുന്നേറ്റുന്നോട് പറഞ്ഞു, നിങ്ങൾ മദ്യപിച്ചിട്ടില്ല. നിങ്ങൾ ക്രൂശിച്ചു വന്ന യേശുവിനെ ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈ കാണുകൾക്ക് പറഞ്ഞ് പകർന്നു തന്നു. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ പത്രോസ് യോഹന്നാൻ സുന്ദരൻ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വാദിക്കാൻ മുടങ്ങനായിരുന്ന വ്യക്തിയോട്, വെള്ളി പോലാൻ ഞങ്ങൾക്കില്ല, നസറനായ യേശുവിൽ നടക്കുക എന്ന് പറഞ്ഞപ്പോൾ പുള്ളിച്ചാടി കൊണ്ട് മുടങ്ങനായ ദേവാലയത്തിലേക്ക് കടന്നു വന്നു. സൗഖ്യമാക്കിയതിനെ പ്രതി പത്രോസും യോഹന്നാനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. തല്ലുകൊണ്ടു. മഹാപുരോഹിതൻ പറഞ്ഞു, യേശുവിനെ പറ്റി അശേഷം മിണ്ടിപ്പോകരുത്. പത്രോസും യോഹന്നാനും പറഞ്ഞു, ദൈവത്തെക്കാൾ അധികം നിങ്ങളനുസരിക്കുന്ന ന്യായമോ? സ്തോത്രം. അവരെ വിട്ടയച്ചു. അവർ കൂപ്പാളിയോട് ചെന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ സൗഖ്യമാക്കുന്ന നടന്നു നിൽക്കുന്നതിനാലും ഈ
പ്രശ്നത്തെ ഭീഷണിയെ നോക്കുകയാണമേ. അച്ഛനെ സംസാരിക്കാൻ കൃപ ചെയ്യാണ്. അപ്പോൾ പരിശുദ്ധാത്മ വരികയും അച്ഛനെ സംസാരിച്ച് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇത്രത്തോളം പറഞ്ഞ അവകാശം നേരെ ഓർത്ത് കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ഡിറ്റോ വടക്കൻ ഹക്കീക്കാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.